ഇത് ആകെ 3500 രൂപ ചെലവ് വരുന്ന നമുക്ക് ആരെക്കൂടെ പരിശോധിക്കാം. ആരാണ് ബെല്ലടിച്ച് പിരിച്ചുവിട്ടത്? മേയർ തന്നെയാണ്. എന്താ കാരണം? ഒരു ഫൈന് പോലും വെച്ചില്ലാതെ ഫൈൻ വെക്കേണ്ട ഉത്തരവാദിത്തം ഐക്യമില്ലേ ഇത് വന്നത്. കാരണം അവർ തമ്മിൽ മേയർ കിട്ടു, മേയർ കൃത്യമായി ഉത്തരം പറയാനില്ല, മേയർ കിട്ടു. സീനിയർ ENT സ്പെഷ്യലിസ്റ്റും മുൻ SNDP യൂണിയൻ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ഡോക്ടർ KC പ്രകാശൻ, എലൈറ്റ് ഹോസ്പിറ്റലിൻ്റെ മാനേജിംഗ് പാർട്ണറും കൂടിയാണ് അദ്ദേഹം ഒരു സാക്ഷ്യപത്രത്തിൻ്റെ ആവശ്യത്തിനായിട്ട് 2 ഡിവിഷനിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ഒരു സാക്ഷ്യപത്രത്തിൻ്റെ ആവശ്യത്തിനായിട്ട് അദ്ദേഹം ചെന്ന സമയത്ത് അദ്ദേഹത്തെ വളരെ മോശമായ രീതിയിൽ മേയർ ഷൗട്ട് ചെയ്തുകൊണ്ട് അവിടുന്ന് പെരുമാറി ഇറക്കി വിട്ടു. അദ്ദേഹം വളരെ വേദിച്ച് ഇറങ്ങി വരുന്ന സമയത്താണ് ഞാൻ വരുന്നത്. അപ്പം എൻ്റെ ഡിവിഷനിലുള്ള ഒരു വ്യക്തി എന്നുള്ള എനിക്ക് ഞാൻ പറഞ്ഞാൽ അത് അങ്ങനെ എന്തോ മേയർ കേൾപ്പ് ഒരു പരിചയം ഞാനും കൂടി വരാമെന്നുണ്ട് തിരിച്ച് ഞാനും കൂടി വിളിച്ച് മേയർ ചേമ്പറിലേക്ക് വന്നു. അപ്പോൾ സാധാരണ ഇപ്പം ഇദ്ദേഹം മേയർക്ക് നല്ല ഇവിടുത്തെ ഒരു കൗൺസിലർമാർക്ക് അറിയാത്ത വ്യക്തിയല്ല. പക്ഷേ ഇനിയിപ്പോൾ എന്തെങ്കിലും അങ്ങനെ ഒരു പരിചയക്കുറവുണ്ടെങ്കിൽ നമ്മൾ കൗൺസിലർമാരാണ് അത് റെക്കമെൻഡേഷൻ ലെറ്റർ കൊടുത്തിട്ട് ഇത്തരം സാക്ഷ്യപത്രങ്ങൾ മേടിക്കുക. അതിനുവേണ്ടി ഞാൻ സാക്ഷ്യപത്രം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പോലും ആ തയ്യാറുണ്ട്. ഇയാൾക്ക് എനിക്ക് കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഷൗട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ മന്നിയും അവിടുന്ന് വളരെ അപമാനിച്ച് അവിടുന്ന് ഇറക്കി വിട്ടു. അപ്പം മേയറുടെ ഈ ധാർഷ്ട്യത്തിനെതിരെ ഞാനൊരു കൗൺസിലർ എന്ന നിലയ്ക്ക്, ഒരു പുരുഷൻ എന്ന നിലയ്ക്ക് പ്രതികരിച്ചാൽ ചിലപ്പോൾ എനിക്ക് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ ചിലപ്പോൾ പിന്നീട് നിയമ തടസ്സങ്ങൾ വരും. അത് കാരണം ഞാൻ ഒരു ക്ഷമയുടെ മൂർത്തിഭാവമായിട്ടുള്ള ഒരു അമ്മയുടെ വേഷത്തിൽ നിന്ന് കൗൺസിൽ ചെയ്യാൻ തീരുമാനിച്ചതാണ്. ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി. ക്ഷമയുടെ പ്രതീകമായിട്ടാണ് നമ്മൾ തീർച്ചയായിട്ടും ക്ഷമയുടെ അതാണല്ലോ നമ്മുടെ സ്ത്രീയുടെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ അമ്മയാണല്ലോ. അമ്മയാണ് ക്ഷമയുടെ മൂർത്തിഭാവം എന്നാണ് നമ്മുടെ സങ്കല്പം. ആ ഒരു സങ്കല്പത്തിലാണ് കൗൺസിലിൽ വന്നിട്ടുള്ളത്.